ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ പേട്ടയിലെ ഗുരുമന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അധാർമിക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ ഈ ഒരു യഥാർത്ഥമായ സന്ദേശം അത് സമൂഹത്തിന് നൽകി. എന്തെല്ലാം തരത്തിലുള്ള ഭേദഭാവങ്ങളുണ്ടെങ്കിലും ശരി, അത് ബാഹ്യമാണ്. ആന്തരികമായി നമ്മുടെ ഉള്ളിലെല്ലാം ചൈതന്യം ഒന്നു തന്നെയാണ്. സാധാരണ പറയാറുണ്ട്, അവൻ ഇവൻ എന്നുള്ള നിലക്കുള്ള ചിന്തകൾ അത് നോക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഇതിൻ്റെ എല്ലാം അടിത്തട്ടിൽ ഒരു ഏകത, അത് ആത്മശക്തി, അതൊന്നാണ്. ഈ ഒരു തത്വം വളരെ സഹജമായി സർവ്വസാധാരണമായിട്ടുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ തരത്തിലുള്ള ശ്രേഷ്ഠ തത്വങ്ങൾ വളർത്തി നമ്മുടെ സമൂഹത്തിലാകമാനം ഒരു പരിവർത്തനം നടത്തിയ മഹാപുരുഷൻ, ആ അവതാര പുരുഷൻ്റെ 171-ാം സമാധി ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. ജയന്തി ആഘോഷിക്കുന്നത്. നമ്മൾ ഈ തരത്തിലുള്ള ആഘോഷ പരിപാടി സമയത്തെല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് വരുന്നു, ചില പരിപാടികൾ നടത്തുന്നു, അല്ലെങ്കിൽ മധുരപലഹാരം ചേർന്നു, പുഷ്പാർച്ചന ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നമുക്ക് കാണിക്കാൻ സാധിക്കണം. നമ്മൾ പറയുന്നു നമ്മളെല്ലാവരും സുഖം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും അവരവരുടെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ച് ബാക്കിയുള്ളവരുടെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ മിക്കവാറും നമ്മുടെ സുഖം താൽക്കാലികമാകും, സമൂഹത്തിന് മുഴുവൻ ദുഃഖമായി മാറും. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ വളരെ ലളിതമായ ഭാഷ നമ്മളോട് പറഞ്ഞു, അവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി പങ്കിടണം. ബാക്കിയുള്ളവർക്ക് സുഖം കൊണ്ടാകും. അവനവൻ്റെ സുഖം മാത്രം ചിന്തിച്ചാൽ പലപ്പോഴും അത് ബാക്കിയുള്ളവർക്ക് ദുഃഖമുണ്ടാകുന്നതാണെങ്കിൽ നമ്മുടെ സുഖം ശാശ്വതമാകുന്നത് മാത്രമല്ല, നമ്മുടെ സമൂഹവും നശിച്ചു പോകും. ഇത് തന്നെയാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. രാമായണം നമ്മൾ വായിക്കുന്ന സമയത്ത് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങനെ അയോധ്യയിൽ രാജാവായി പട്ടാഭിഷേകം ചെയ്യാൻ തയ്യാറാകുന്ന സമയത്ത് മന്ധര, കൈകേയിയുടെ വേലക്കാരി മന്ധര വന്ന് പറയുന്നു, ഭഗവാൻ ശ്രീരാമനെ ഇനിയിപ്പോൾ രാജാവാക്കാനായിട്ട് ദശരഥൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ വാസ്തവത്തിൽ മന്ധരയ്ക്ക് സ്വന്തം മകനാണ് രാമൻ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷകാര്യമായിട്ട് നീ പറയുന്നത് എന്താ, ഇത് നിനക്ക് സമ്മാനം വന്ന് തൻ്റെ കഴുത്തിലെ ഭൈരമാലി ഊരി കൊടുക്കുകയാണ്. പക്ഷെ ആ മന്ധര ഈ കൈകയുടെ മനസ്സിൽ വിഷം കലക്കി. കൗസല്യ മകനായ രാമൻ രാജാവായാൽ പിന്നെ രാജമാതാവ് എന്ന കൗസല്യായിരിക്കും. നിനക്ക് ഈ രാജ്യത്തിൽ സ്ഥാനത്തിൽ വെറൊരു ദാസ്യപോലെ കഴിയേണ്ടി വരും. അതുകൊണ്ട് നീ പണ്ട് ചോദിച്ച വരം ചോദിച്ചാൽ മതി, എൻ്റെ മകനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ കാട്ടിലയക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് രാജമാതാവായിട്ട് കഴിയാം എന്ന് ആ കൈകയോട് പറയുന്നു. ആ സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നി, എൻ്റെ മകൻ രാജാവാകണം എന്നൊരു കാര്യം വന്നപ്പോൾ അതായിക്കോട്ടെ, പക്ഷേ വേറൊരു തന്നെ മകനെ കാട്ടിലയക്കണം എന്നുള്ള ആ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമം ഈ കൈകൈ ചിന്തിച്ചില്ല. ഇതാവശ്യപ്പെടുന്നു. അങ്ങനെ തൻ്റെ മകനെ രാജാവാക്കാൻ ചിന്തിച്ച് ശ്രീരാമനെ കാട്ടിലയക്കണം എന്ന് വന്നപ്പോൾ തൽക്കാലം എനിക്ക് സുഖമുണ്ടെങ്കിലും ശരി, എനിക്ക് സന്തോഷമുണ്ടെങ്കിലും ശരി, രാജ്യം മുഴുവൻ ദുഃഖത്തിലാകും എന്ന് ചിന്തിച്ചില്ല. അത് ദശരഥൻ്റെ മരണത്തിലേക്കും അയോധ്യ മുഴുവൻ ആനന്ദത്തിൻ്റെ അവസ്ഥയിൽ നിന്നും അതിദുഃഖത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴ്ത്താക്കി. രണ്ടാമതൊരമ്മ കൗസല്യയുടെ അടുത്ത് വന്നിട്ട് ശ്രീരാമൻ പറയുന്നു, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ കാട്ടിൽ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ നിന്ന് തൻ്റെ മകനെ കുറിച്ചുള്ള ചിന്ത വരുന്നു. ഭരതൻ രാജാവായിക്കോട്ടെ, നീ എന്തിനാ കാട്ടിൽ പോകുന്നു? യഥാർത്ഥത്തിലൊരു അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ, സത്യം പാലിക്കാൻ മകൻ പോകണമെന്നുള്ള തത്വം മറന്നിട്ട് നീ ഇവിടെ താമസിക്കുക, എൻ്റെ മകനായിട്ട് താമസിക്കുന്നു, അവൻ പോയാൽ. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുമിത്രയുടെയാണ്. ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും കാട്ടിൽ പോകാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ആ ലക്ഷ്മണൻ പറയുന്നു, ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ കാട്ടിൽ പോകും, ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ അമ്മയും കാട്ടിൽ രക്ഷിക്കാൻ ഞാൻ പോകും എന്ന് പറയുമ്പോൾ അത് ആ അമ്മയോട് പറയുമ്പോൾ സുമിത്രയോട് പറയുമ്പോൾ സുമിത്ര പറയുന്നത് എന്താ,
കൗസല്യയും കൈകേയും പറഞ്ഞ് വ്യത്യസ്തമായിട്ട് ആ സുമിത്ര പറയുന്നു, മോനെ നീ പോയി വാ, പക്ഷെ പോകുന്ന സമയത്ത് നിന്റെ മനസ്സ് ശുദ്ധമാകണം, യാതൊരു തെറ്റും ഉണ്ടാകരുത്. അതുകൊണ്ട് അയോധ്യയിൽ പോകുമ്പോൾ, ആ കാട്ടിൽ പോകുമ്പോൾ അത് അയോധ്യൻ ധരിക്കാം. ശ്രീരാമനെ കാണുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠനല്ല ദശരഥനാണെന്ന് ധരിക്കുക. അവിടെ സീതാദേവി നിന്റെ ജ്യേഷ്ഠത്തി അമ്മയെ കാണുമ്പോൾ ഇവരെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്നുള്ളതിന് പകരം ഞാനാണ് ആ സ്ഥാനത്ത് എന്ന് ചിന്തിക്കണം എന്ന് പറയുന്നു. അപ്പോൾ സുമിത്ര വാസ്തവത്തിൽ എത്ര ഉയർന്ന മനസ്സാണ്. നിയമം അനുസരിച്ച് കാട്ടിൽ പോകേണ്ടത് ശ്രീരാമനാണ്. നിയമം അനുസരിച്ച് ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ ജ്യേഷ്ഠനും ഞാൻ സംരക്ഷണം വരുമ്പോൾ ആ അമ്മ വളരെ ഉയർന്ന നിലവാരത്തിൽ നിന്നിട്ട് തൻ്റെ മകൻ 14 വർഷം കാട്ടിലേക്ക് പോകാൻ പോകുന്നു ശ്രീരാമനെ രക്ഷിക്കാൻ, പക്ഷെ അയാളുടെ മനസ്സ് ശുദ്ധമാകണം എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള സുമിത്രയെ പോലുള്ള അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സമയത്താണ് നമുക്ക് സന്തോഷമുണ്ടാകും, എല്ലാവർക്കും സന്തോഷമുണ്ടാവില്ല. ഇതേപോലെ തന്നെ ഭഗവാൻ ശ്രീരാമൻ അദ്ദേഹം കാട്ടിൽ പോകുന്ന സമയത്ത് കാട്ടിലങ്ങനെ കഴുതി മറ്റേ തോണി കൊടുത്തു വിടുന്ന ഗുഹനെ കാണുമ്പോൾ നീ എൻ്റെ സഹോദരനാണ്, വാരന്മാരായിട്ടുള്ള ഹനുമാനെ എല്ലാവരും നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ്, രാക്ഷസനായിട്ടുള്ള വിഭീഷണനെ കാണുന്ന സമയത്തും നീ എൻ്റെ സഹോദരനാണ്. എല്ലാവരെയും സഹോദരന്മാരായി കണ്ട് എല്ലാവർക്കും സുഖത്തിന് വേണ്ടി ഭഗവാൻ ശ്രീരാമനെ കാണുന്നു. പക്ഷെ ആ രാവണനോ ലോകത്തെ ഏത് നല്ല ബുദ്ധിമാനാണ്, നല്ല പണ്ഡിതനാണ്, വേദം പഠിച്ചിട്ടതാണ്, പക്ഷെ അയാളുടെ മനസ്സിൽ ലോകത്തുള്ള സർവ്വസുഖങ്ങളും എനിക്ക് കിട്ടണം, എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ ആ രാക്ഷസ വംശം മുഴുവൻ നശിച്ചു എന്നവിടെ പുരാണം പറഞ്ഞു. ഈ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള ലോകത്തിന് മുഴുവൻ സുഖം വരണം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ സന്ദേശം ഭാരതം ലോകത്തിനുള്ളിൽ പറഞ്ഞു. ആ തരത്തിൽ ലോകത്തിന് മുഴുവൻ സന്ദേശം കൊടുക്കാൻ സമൂഹത്തെ തയ്യാറാക്കിയ, സമൂഹത്തെ വലിയ പരിവർത്തനം വരുത്തിയ വലിയ ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്.